ആസിഡ്സിന്റെ വേരിയേഷൻ വരുന്നത് അതും പറയുന്നുണ്ട്. അത് മാമിന്റെ PPT ഉണ്ടായിരുന്നു. ഈ HLA-DR β1 മോളിക്യൂളിന്റെ മോളിക്യൂള് 3 അമിനോ ആസിഡ്സിന്റെ വേരിയേഷൻ വരുന്നത് അതും കാരണം പറയുന്നുണ്ട്. പിന്നെ എൻവയൺമെന്റൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ സൈനോവിയൽ ഇഞ്ചറി ഒക്കെ കാരണം ഉണ്ടാവുന്നതാണ് ഇത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ഈ ഒക്കെ ഒരു സ്റ്റിമുലസ് കാരണം നമുക്ക് എന്തുണ്ടാവാം, ഈ ഓട്ടോ ആന്റിജൻസിന് മോഡിഫിക്കേഷൻ ഉണ്ടാവും. കാരണം സിട്രുലിനേഷൻ. ഈ സിട്രുലിനേഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സിട്രുലിൻ നമ്മളെ ആർജിനിന്റെ കൺവേർഷൻ, അതായത് അമിനോ ആസിഡ് ആർജിനിന് പകരം സിട്രുലിൻ വന്ന് നിൽക്കുമ്പോഴാണ് സിട്രുലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള നമ്മളൊരു അത് നോർമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ മോളിക്യൂളിന്റെ വേരിയേഷൻ വരുന്നത്. അപ്പൊ അത് നമ്മളെ ബോഡി എന്തായിട്ട് ഒരു ഫോറിൻ ആന്റിജൻ ആയിട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യും. അതിനെ അപ്പൊ നമ്മൾ എന്താ പറയുക, ഓട്ടോ ആന്റിജൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ സിട്രുലിനേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ ആന്റിജൻ പ്രസന്റിങ് സെല്ല് എവിടെ നമ്മൾ കൊണ്ടുപോകും, T സെൽസിനെ അടുത്ത് പ്രസന്റ് ചെയ്യും. അതെന്ന് T സെൽസ് നമ്മൾ എവിടെയാണുള്ളത്, ലിംഫ് നോഡ്സിലാണ് പോയി പ്രസന്റ് ചെയ്യും. ഈ T സെൽസ് ആണെങ്കിൽ ഇൻടേൺ വിൽ ആക്ടിവേറ്റ് ദ B സെൽസ്. എന്നിട്ട് അത് ഒരു കോസ്റ്റിമുലേഷൻ വഴി T സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് രണ്ടും ആക്ടിവേറ്റഡ് ആവും. B സെൽസ് ആണെങ്കിൽ പ്ലാസ്മ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് അതേ സാധനം, അതായത് നമ്മൾ ഓട്ടോ ആന്റിജൻസ് ആയിട്ട് ബോഡി നമ്മൾ ഫോറിൻ ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് റുമാറ്റോയിഡ് ഫാക്ടറും ആന്റി സിട്രുലിനേറ്റഡ് പ്രോട്ടീൻ ആന്റിബോഡി, അതായത് ACPA, ഈ രണ്ട് ആന്റിബോഡീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. എന്നിട്ട് എന്തുണ്ടാവുക വെച്ചാൽ ഈ T സെൽസും പ്ലാസ്മ സെൽസും ഓട്ടോ ആന്റിബോഡീസും നമ്മൾ എന്ത് ചെയ്യും, ജോയിന്റ് ടിഷ്യൂക്ക് മൈഗ്രേറ്റഡ് ആവും. ഈ ജോയിന്റ് ടിഷ്യൂക്ക് ഇത് മൈഗ്രേറ്റഡ് ആയിട്ട് അവിടെ എന്തുണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മളൊരു ജോയിന്റ് സ്പേസ്, നമ്മൾ മെയിൻ ആയിട്ട് സൈനോവൈറ്റിസ് ആണല്ലോ, റുമറ്റോയിഡ് സൈനോവൈറ്റിസ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നോർമൽ ജോയിന്റ് സ്പേസ് ആണ്. ഇത് അബ്നോർമൽ ജോയിന്റ് സ്പേസ്. നമ്മളെ ബോണിന്റെ ജോയിന്റ് ക്യാപ്സ്യൂൾ കാണുന്നുണ്ട്. പിന്നെ ആ യെല്ലോ എന്ന് പറയുന്നത് സൈനോവിയൽ മെമ്പറൈൻ ആണ്, അതിൻ്റെ ഇടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ കാർട്ടിലേജ്, നമ്മൾ സൈനോവൈറ്റിസ് ഇതുണ്ടാവുമ്പോൾ എന്തുണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. അതായത് സൈനോവൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ സൈനോവിയൽ മെമ്പർ. അപ്പൊ എന്തുണ്ടാവും, പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, പിന്നെ ബോൺ ആൻഡ് കാർട്ടിലേജിന്റെ ഇറോഷൻ ഒക്കെ ഉണ്ടാവും. അതിന്റെ പത്തോഫിസിയോളജി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് കാണുന്നത് ആൻജിയോജനസിസ് ഉണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. അതിന്റെ പത്തോഫിസിയോളജി പറയുമ്പോൾ ഡയഗ്രാം മൊത്തത്തിൽ ആദ്യം നോക്കണ്ട. ആദ്യം എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് വഴി എന്തുണ്ടായി, ഈ സ്റ്റിമുലസ് കാരണം എന്തുണ്ടായി, ആദ്യം ഒരു മാക്രോഫേജ് ഇവിടെ വന്നു. ഈ മാക്രോഫേജ് എന്ത് ചെയ്യും, മാക്രോഫേജ് ഇൻ ടേൺ സ്റ്റിമുലേറ്റ് റിലീസ് ഓഫ് TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, പിന്നെ ഇന്റർലൂക്കിൻ 6. ഇത് എന്ത് ചെയ്യും, ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ ഇൻഫ്ലമേറ്ററി മീഡിയസ് അല്ലേ, അവർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവർ എന്ത് ചെയ്യും, നമ്മൾ ഈ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവിയോസൈറ്റ്സ് എന്നിട്ടുള്ള സൈനോവിയോസൈറ്റ്സ് ആണ്, ഇത് സെൽസ്. അതിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ അത് ആക്ടിവേറ്റഡ് ആയിട്ട് അത് പ്രോളിഫറേറ്റഡ് ആവും. എന്നിട്ട് ഈ മാക്രോഫേജ് ആദ്യം വന്ന് TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6നെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും. പ്ലസ് നമ്മൾ സൈനോവൈസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ ഉണ്ടാക്കും. ഇവരെ ഇതെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പ്രോളിഫറേറ്റ് ചെയ്ത സൈനോവിസൈറ്റ്സിന് ഫ്രം ജോയിന്റ് ടു ജോയിന്റ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം ഇത് വരുന്നത്, റൈറ്റ് സൈഡിൽ. അതാണ് നമുക്ക് സിമെട്രിക്കൽ ആയിട്ടുള്ള ആർത്രൈറ്റിസ്, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കിട്ടാൻ കാരണം. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മൾ മാക്രോഫേജ് വന്ന് TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6ന്റെ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് അവരെ കാരണം ഇൻഫ്ലമേഷനും വന്ന് ഇവരെന്ത് ചെയ്യുകയും ചെയ്യും, നമ്മൾ ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവിയോസൈറ്റ്സിന്റെ
അവരെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരെ ആക്ടിവേറ്റഡ് ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്യും. കൂടുതൽ നമ്പർ ഇൻക്രീസ് ആവും. അത് സൈനോവിയൽ മെമ്പറിന് നമ്മൾ പ്രോളിഫറേഷൻ ഉണ്ടാവും, സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ അതൊക്കെ വരാൻ. അങ്ങനെ ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഫ്രം ജോയിന്റ് ടു ജോയിന്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിലാണ് ഇത് ഫസ്റ്റ് വന്ന് നമ്മൾ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലും ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ക്യാൻ ട്രാവൽ. അതുകൊണ്ടാണ് സിമെട്രിക്കൽ ആയിട്ട് വരുന്നത്. ആസ് അപ്പോസ്റ്റ് നമ്മൾ ബാക്കി പഠിച്ചതിലൊക്കെ അസിമെട്രിക്കൽ. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഒരു സൈഡിൽ വരുന്നുള്ളൂ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, സിമെട്രിക്കൽ ആയിട്ടാണ് ആർത്രൈറ്റിസ് വരുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അതായത് സൈനോവിയസൈറ്റ്സിന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് ഈ യെല്ലോ കളർ കൊടുത്തേക്കുന്നില്ലേ ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവിയസൈറ്റ്സ്. പിന്നെ ഇത് അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയി, ഇത് ഇൻക്രീസ് ആയി. പിന്നെ ഈ നമ്മള് ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവിയസൈറ്റ്സ് നമ്മൾ പ്രോളിഫറേറ്റ് ചെയ്ത് നമ്പർ ഇൻക്രീസ് ആവില്ലേ, അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ റാങ്ക് ലിഗാൻഡ് ഇല്ലേ, അവരെ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഈ റാങ്ക് എല്ലും പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഈ TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6 ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവേഷൻ ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കും, ബോൺ ഇറോഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഈ ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവിയസൈറ്റ്സ് എന്തെന്ന് വെച്ചാൽ റാങ്ക് ലിഗാൻഡിനെ റിലീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവർ ദിസ് റാങ്ക് ലിഗാൻഡ് അലോങ് വിത്ത് TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6 ഒക്കെ കാരണം എന്തുണ്ടാവും, ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവേഷൻ ഉണ്ടായിട്ട് നമ്മൾ ബോൺ ഇറോഷൻ ഉണ്ടാക്കും. ഓക്കെ. പിന്നെ വേറെ പറയുന്നത് എന്താ വെച്ചാല് ഈ നമ്മള് ഇതില്ലേ, ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സൈനോവിയൽ മെമ്പറിൻ ഉണ്ടാവുന്നു. ഇപ്പൊ സൈനോവിയൽ ഫ്ലൂയിഡിൽ എന്താണ്ടാവുന്ന വെച്ചാൽ നമ്മളിപ്പോ ഈ സൈനോവിയസൈറ്റ്സ് എന്തിനു റിലീസ് ചെയ്യും, സൈനോവിയൽ ഫ്ലൂയിഡിലോട്ട് പ്രോട്ടീസിനെ റിലീസ് ചെയ്യും. പ്രോട്ടീസ് നമ്മൾ ഈ ADAM, TS5, പിന്നെ മെറ്റലോ പ്രോട്ടീനേസസ്, ഇതൊക്കെ പ്രോട്ടീസസ് ആണ്. ഇവരെ റിലീസ് ചെയ്യും. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാലും ഇവിടെ നമ്മളെ കാർട്ടിലേജിൽ ആക്ട് ചെയ്തിട്ട് കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാക്കും. പിന്നെ കാർട്ടിലേജ് ഇൻ ടേൺ ഒരു സൈക്കിൾ പോലെ കാർട്ടിലേജും പ്രോട്ടീസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇതൊരു വിഷ സൈക്കിളായിട്ട് ഇതിങ്ങനെ പ്രോട്ടീസസ് റിലീസ് ചെയ്യും, കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവും, പിന്നെ കാർട്ടിലേജ് വീണ്ടും പ്രോട്ടീസ് റിലീസ്, അത് അങ്ങനെ സൈക്കിളായിട്ട് പോകും. അങ്ങനെയാണ് കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നത്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രോഫിൽസ്, ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ ന്യൂട്രോഫിൽസ് ഉണ്ടാവും. ന്യൂട്രോഫിൽസ് എന്ത് ചെയ്യും, ന്യൂട്രോഫിൽസും പ്രോട്ടീസ് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരാണ് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് റിലീസ് ചെയ്യുന്നുണ്ട്, ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് എന്തുണ്ടാക്കും, ബോണിന്റെയും കാർട്ടിലേജിന്റെയും ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ അവർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സസ്. ഈ കാണുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഇവരും ഉണ്ടാവും. ഇവരും നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് നേരത്തെ പിന്നെ പറയും നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സിനെ കുറിച്ച്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എന്താണ്, T സെൽസ്. നേരത്തെ നമ്മൾ പറയില്ലേ T സെൽസും പ്ലാസ്മ സെൽസും ആന്റിബോഡീസും ഉണ്ടാവുന്നു. അവര് നമ്മളെ ഈ ബ്ലഡ് വഴി എത്തിയിട്ട് അപ്പൊ ഒരു 50% ഈ നമ്മള് കാണുന്നത് T സെൽസിനെയാണ്. T സെൽസ് എന്ത് ചെയ്യും, ഇന്റർലൂക്കിൻ 17 റിലീസ് ചെയ്യിപ്പിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്ത് അവര് എന്ത് ചെയ്യും, സൈനോവിയസൈറ്റ്സിന്റെ പ്രോളിഫറേഷന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതുകൂടാതെ മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ സൈക്കിൾ പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം എന്താണ്, മുമ്പത്തെ തന്നെ അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കമ്പണൻസ് വന്നിട്ട് ഈ എഫക്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ T സെൽസ് റാങ്ക് എല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് ഈ ഓസ്റ്റിയോക്ലാസ്റ്റിക് കൂട്ടും. പിന്നെ പ്ലാസ്മ സെൽസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പ്ലാസ്മ സെൽസ് വന്നിട്ട് ഇൻഫ്ലമേഷനെ ഇതാക്കും, പിന്നെ എന്തുണ്ടാക്കും, ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും ഇവിടെ. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡിന്റെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം എന്തുണ്ടാവുന്നു, നൈട്രിക് ഓക്സൈഡ് റിലീസ് തന്നെ വാസോഡൈലറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസ് കാരണം നമുക്ക് പെയിനും വരുന്നുണ്ട്. ഈ ആന്റിജനസിസ് ഇൻക്രീസ് വസ്കുലർ പെർമിയബിലിറ്റി, പിന്നെ അഡഷൻ മോളിക്യൂൾസ് ഒക്കെ വന്നിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു നമ്മൾ ഈ ഇൻഫ്ലമേഷൻ മൊത്തത്തിൽ അവര് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറയണം. ഞാൻ ഒന്നും കൂടി പറയാം, ആകെ ഫുൾ കൺഫ്യൂസിങ് ആണ്. കാരണം ഒരേ ഡയഗ്രത്തിൽ ആയതുകൊണ്ടായിരിക്കും. ഇതേ നമ്മൾ ടെക്സ്റ്റിലും ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അതും ബേസിക്കലി സെയിം ഡയഗ്രാം തന്നെ, പക്ഷെ അതും ഇതൊക്കെ പോലെ തന്നെ വേണമെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്തുണ്ടായി നമ്മൾ പറഞ്ഞ് മറ്റേ പറഞ്ഞുതരാം. ആദ്യം എന്തുണ്ടായി, നമ്മൾ ഇത് ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഓട്ടോ ആന്റിബോഡീസും ടി സെൽസും പ്ലാസ്മ സെൽസും കൂടിയിട്ട് എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യും? ജോയിന്റ് ടിഷ്യൂലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ആദ്യം നമ്മൾ മാക്രോഫേജ് ആണ് വരുന്നത്. മാക്രോഫേജിൽ നിന്നാണ് തുടങ്ങുന്നത്. മാക്രോഫേജ് വന്നിട്ട് എന്തുണ്ടാക്കും? നമ്മൾ TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6 എന്ത് ചെയ്യും? റിലീസ് ചെയ്യിക്കുന്നുണ്ട്. ഈ ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6, TNF ആൽഫ എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. ഒന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ്. ഇതെല്ലാം ഉണ്ട്, ബട്ട് ഞാനൊരു ഓർഡറിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, സൈനോവൈസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ ഉണ്ടാക്കും. പിന്നെ ഇൻഫ്ലമേഷൻ, ഇത് ഇൻഫ്ലമേറ്ററി മീഡിയ, അപ്പൊ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സൈനോവൈസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നുണ്ട്, അവരുടെ നമ്പർ ഇൻക്രീസ് ആവും. അവരെന്ത് ചെയ്യും? റാങ്ക് എൽ ലിഗാൻഡിനെ എന്താക്കും? സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഈ റാങ്ക് എൽ ലിഗാൻഡും അലോങ് വിത്ത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് നമുക്ക് എന്തുണ്ടാവും? ഈ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവിറ്റി ഉണ്ടായിട്ട് ബോൺ ഇറോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ സൈനോവൈസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ കാരണം എന്തൊക്കെ ഉണ്ടാവുന്നത് വെച്ചാൽ റാങ്ക് ലിഗാൻഡ് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ സൈനോവിയൽ ഫ്ലൂയിഡിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രോട്ടിയസസ്, ഇതുണ്ടല്ലേ, പ്രോട്ടിയസസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ മറ്റുള്ള പ്രോട്ടീനേസസും ADAMTS5 എന്ന് പറഞ്ഞ പ്രോട്ടീനേസ് റിലീസ് ചെയ്തിട്ട് കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത് നമ്മളെ ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സൈനോവൈസൈറ്റ്സിന്റെ ആക്ടിവിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡിൽ വേറെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂട്രോഫിൽസും വരുന്നുണ്ട്. ന്യൂട്രോഫിൽസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടിയസസിനെയും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അവര് എന്ത് ചെയ്യും? അവരും ബോണിന്റെയും കാർട്ടിലേജിന്റെ ഡീഗ്രഡേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഫ്ലൂയിഡിൽ വേറെ കാണുന്നതെന്ന് പറയുമ്പോൾ വെച്ചാൽ ഇമ്മ്യൂൺ കോംപ്ലക്സസും എന്താണ്? ഇൻഫ്ലമേഷൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഇതാക്കാം. പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടി സെൽസിന്റെയും പ്ലാസ്മ സെൽസിന്റെയും റിലീസാണ്, ആന്റിബോഡീസ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ടി സെൽസ് ആണ് മെജോറിറ്റി കാണുന്നത്. ഈ ടി സെൽസും എന്താ? അവർ ഇന്റർലൂക്കിൻ 17 റിലീസ് ചെയ്യിപ്പിക്കും ഇവിടെ വന്നിട്ട്. ആ ഇന്റർലൂക്കിൻ 17 ഇൻ ടേൺ വിൽ സ്റ്റിമുലേറ്റ് സൈനോവിയസൈറ്റ്സ് ആൻഡ് ഓൾസോ വിൽ ആക്ടിവേറ്റ് മാക്രോഫേജസ്. അപ്പൊ ഇവര് ഈ സൈനോവിയസൈറ്റ്സും മാക്രോഫേജസും നേരത്തെ ചെയ്ത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അത്ര. പിന്നെ പിന്നെ വരുന്ന പ്ലാസ്മ സെൽസ് നമ്മൾ ഇതാക്കിയ പോലെ എന്തുണ്ടാക്കും? ഇൻഫ്ലമേഷനും പിന്നെ ആന്റിബോഡീസിനെ റിലീസ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആൻജിയോജനസിസ് നേരത്തെ ഡയഗ്രത്തിൽ ആൻജിയോജനസിസ് കാരണമാണ് ഇതൊക്കെ കൂടുതൽ ഇവിടെ എത്തുന്നത്, കൂടുതൽ റിലീസ് ആണ്. പിന്നെ വാസ്കുലർ പെർമിബിലിറ്റി കൂടുന്നുണ്ട്. അപ്പൊ അതെല്ലാം റിലീസ് ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്ത് ജോയിന്റിലോട്ട് റിലീസ് ആവാൻ ഹെൽപ്പ് ആവും. മനസ്സിലായോ? ഇത് ബേസിക്കലി സെയിം ഡയഗ്രാണ്. എനിക്കിത് കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഞാനിത് നോക്കാഞ്ഞത്. ടെക്സ്റ്റിലുള്ളത് ഈ ഡയഗ്രാം. പിന്നെ നമ്മൾ അടുത്തത് വരുന്നതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആണ്. ഇനീഷ്യലി നമുക്ക് മോണോ ആർത്രൈറ്റിസ്, ഒരു ജോയിന്റിലേക്ക് മോണോ ആർത്രൈറ്റിസ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിമെട്രിക്കൽ ആർത്രൈറ്റിസ് ആണ്, രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ടിപ്പിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പെയിൻ ഉണ്ടാവും, ആൾക്ക് ജോയിന്റ് സ്വെല്ലിംഗ് ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഇതൊക്കെ സ്മോളർ ജോയിന്റ്സ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, റിസ്റ്റിലൊക്കെയാണ് ആദ്യം. അത് ഇനീഷ്യലി വരുന്നത് സ്മോൾ ജോയിന്റ്സിലാണ്. പിന്നെ ലേറ്റർ ഓൺ ആണെങ്കിൽ അതായത് ക്രോണിക് ആയിട്ടുള്ള കേസിൽ ആ ജോയിന്റ്സിനെ എഫക്ട് ചെയ്യാം. അപ്പോൾ ടിപ്പിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെയിൻ, ജോയിന്റ് സ്വെല്ലിംഗ്, സ്റ്റിഫ്നെസ് ആണ് ഓഫ് സ്മോൾ ജോയിന്റ്സ് ഓഫ് ഹാൻഡ്, ഫീറ്റ്, റിസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ ഇൻസീഡിയസ് ഓൺസെറ്റ്, സ്ലോ പ്രോഗ്രസിംഗ് ആണ്. പിന്നെ മോണോ ആർത്രൈറ്റിസ് ആണ് ഇനീഷ്യലി കാണുന്നത്. ഓൾഡ് ഏജിൽ വേണമെങ്കിൽ പ്രസന്റേഷൻ വേറെ രീതിക്ക്, അതായത് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, പോളി ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ വരിക. വിത്തിങ് എഡിങ് ഉണ്ടാവും, ഫീവർ, ഫെറ്റീഗ്, വെയിറ്റ് ലോസ്, ലാർജ് ജോയിന്റ്സിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ വളരെ ഓൾഡ് ഏജിലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ വേറൊരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ പ്രോക്സിമൽ മസിൽ സ്റ്റിഫ്നെസ് ആയിട്ടും പ്രസന്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് കേസിൽ, ഇപ്പൊ ലോങ് സ്റ്റാൻഡിങ് കേസിൽ ഡിഫോമിറ്റീസ് വരാം. ഇപ്പൊ ഡിഫോമിറ്റീസ് കുറവാണ്, കാരണം ഏർലി ഡയഗ്നോസിസും ഏർലി മാനേജ്മെന്റും കാരണം ഈ ഡിഫോമിറ്റീസ് വരുന്നത് കുറവാണ്. അൾനാർ ഡീവിയേഷൻ ഓഫ് ഫിംഗേഴ്സ്, സ്വാൻ നെക്ക് ഡിഫോമിറ്റി, പിന്നെ ബട്ടൺ ഹോൾ അല്ലെങ്കിൽ ബോട്ടണിയർ ഡിഫോമിറ്റി, പിന്നെ സെഡ് ഡിഫോമിറ്റി ഓഫ് ദ തം. അപ്പം ഇതിൽ എന്താണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൽ ഇന്റർഫെലാഞ്ചൽ ജോയിന്റിന്റെ ഫ്ലെക്ഷൻ,
ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിന്റെ ഫ്ലെക്ഷനും പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ കൈൻഡ് ഓഫ് ഒരു സ്വാൻ നെക്ക് ഒരു ഡിഫോമിറ്റി പോലെ വരുന്നത്. അതാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി. അത് വെച്ചാൽ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിന്റെ ഫ്ലെക്ഷനും പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷനും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? ബോട്ടണൽ ഡിഫോമിറ്റിയിൽ. അതായത് പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ എന്താണ്? ഫ്ലെക്ഷൻ. ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ രണ്ട് ഇത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ എന്താണ് പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ ഫ്ലെക്ഷൻ, ഇവിടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഇവിടെ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ, ഇവിടെ ബോട്ടണറിൽ, ഇവിടെ ആണെങ്കിൽ ഫ്ലെക്ഷൻ. ഇതിലൊന്ന് പഠിച്ചാൽ മതി. പിന്നെ അടുത്തത് എന്താണ് നമ്മള് സെഡ് ഡിഫോമിറ്റി ഓഫ് ദ തമ്പ്. സെഡ് ഡിഫോമിറ്റി ഓഫ് ദ തമ്പിൽ എന്ന് പറയുമ്പോൾ ദ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ ഫ്ലെക്ഷൻ, മെറ്റാകാർപ്പ് ഫെലഞ്ചൽ ജോയിന്റ് ഹൈപ്പർ എക്സ്റ്റൻഷൻ, കാർപ്പ് മെറ്റാകാർപ്പൽ ഇതിൽ ഫ്ലെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഒരു സെഡ് ഡിഫോമിറ്റി ആയിട്ട് നിൽക്കും. അത് സെഡ് ഡിഫോമിറ്റി ഓഫ് ദ തമ്പ് എന്ന് പറയുന്നത്. പിന്നെ അൾനാർ ഡിവിയേഷൻ. അൾനാർ ഡിവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, മൊത്തത്തിൽ കൈ ഇങ്ങനെ ഒരു അൾനാർ ഡിവിയേഷൻ വരുന്നത്. ഈ മെറ്റാകാർപ്പ് ഫെലഞ്ചൽ ജോയിന്റ്സ് അൾനാർ സൈഡിലോട്ട് ഡീവിയേറ്റഡ് ആവുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് പറഞ്ഞു. പിന്നെ വേറെ നമുക്ക് ഹാലസ് വാൽഗസ് കാണാൻ പറ്റും. പിന്നെ അതാ ഹാമർ ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ബുട്ട്നർ ഡിഫോമിറ്റി, പിന്നെ അൾനാർ ഡീവിയേഷൻ, സ്വാൻ നെക്ക് ഡിഫോമിറ്റി, റൊമാറ്റോയിഡ് നോഡുൽസ് നമ്മൾ പറയുന്നുണ്ട്. ഇതായിട്ടാണ് ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേഴ്സൈറ്റിസ്, ടെൻഡനൈറ്റിസ്, സ്റ്റീനോസൈനോവൈറ്റിസ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ വേറെ പറയുന്നത് എന്താ വെച്ചാൽ ഡോർസൽ സബ്ലക്സേഷൻ ഓഫ് എന്താണ് അൾന, അതായത് ഡിസ്റ്റൽ റേഡിയോ അൾനാർ ജോയിന്റിന്റെ അവിടെ എന്താ സബ്ലക്സേഷൻ, അൾനയുടെ സബ്ലക്സേഷൻ ഉണ്ടാവാം. എന്നിട്ട് ഈ 4th and 5th എക്സ്റ്റൻസർ ടെൻഡന്റെ ബ്രേക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രിഗറിങ് ഓഫ് ദ ഫിംഗർ. ട്രിഗറിങ് ഓഫ് ദ ഫിംഗർ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മള് ഏതെങ്കിലും ഫ്ലെക്സർ ടെൻഡന്റെ മേലെ നൊഡ്യൂൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടിരിക്കും. അപ്പൊ പെട്ടെന്ന് ആ ട്രിഗർ എഫക്റ്റ് പോലെ പെട്ടെന്ന് റിലീസ് ആവണതാണ് ഈ ട്രിഗറിങ് ഓഫ് ദ ഫിംഗർ എന്ന് പറയുന്നത്. പിന്നെ കോക്കപ്പ് ടോ ഡിഫോമിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മെറ്റാടാർസോ ഫെലഞ്ചൽ ജോയിന്റ്, അതിന്റെ സബ്ലക്സേഷൻ ഫീറ്റിൽ ഉണ്ടാകുമ്പോഴാണ് കോക്കപ്പ് ടോ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഹാലസ് വാൽഗസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ വേറെ വരുന്നതെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ്. അപ്പം നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസീഡിയസ് ഓൺസെറ്റ് ആണ്. അതിൽ എന്താ ടിപ്പിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ പെയിൻ ഉണ്ടാവും, പിന്നെ ജോയിന്റിന്റെ സ്വെല്ലിംഗ് ഉണ്ടാവും, പിന്നെ സ്റ്റിഫ്നെസ് ഉണ്ടാവും. അത് ഇനീഷ്യലി സ്മോൾ ജോയിന്റ്സിലാണ് വരുന്നത്, ഓഫ് ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് റിസ്റ്റ്സ്. പിന്നെ ലോങ് സ്റ്റാൻഡിങ് കേസസിലാണെങ്കിൽ നമുക്ക് ഡിഫോമിറ്റീസ് കാണാൻ പറ്റും. അതല്ലാതെ അൾനാർ ഡീവിയേഷൻ, സ്വാൻ നെക്ക്, ബട്ടൺ ഹോൾ ഡിഫോമിറ്റി, സെഡ് ഡിഫോമിറ്റി ഓഫ് ദ തമ്പ് ഒക്കെയാണ് കാണുന്നത്. പിന്നെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ്. എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സിസ്റ്റമിക് ആയിട്ട് ഫീവർ, വെയിറ്റ് ലോസ്, ഫെറ്റീഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, പേഷ്യന്റ് മൈറ്റ് ബി എന്താണ് സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻസ്. പിന്നെ എന്താണ് അടുത്തെന്ന് പറയുമ്പോൾ മസ്കുലോസ്കെൽറ്റൽ. മസ്കുലോസ്കെൽറ്റൽ എന്ന് പറയുമ്പോൾ വേസ്റ്റിംഗ് ഉണ്ടാവാം. മസിൽ വേസ്റ്റിംഗ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മേഷൻ കാരണമാവാം, അല്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി കുറയുന്നുണ്ടല്ലോ, ആ ആക്ടിവിറ്റി കുറവ് കാരണം മസിൽ വേസ്റ്റിംഗ് വരുന്നുണ്ട്. ഓസ്റ്റിയോപോറോസിസും ഒരു കോമൺ കോംപ്ലിക്റ്റ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ. പിന്നെ ബേഴ്സൈറ്റിസ്, ടീനോസിനോയിറ്റിസ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് എറ്റിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് വരുന്നതാണ് എന്ത്, ബേഴ്സൈറ്റിസ്, ടീനോസിനോയിറ്റിസ്. പിന്നെ ഹെമറ്റോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, അനീമിയ. അനീമിയ എന്ന് പറയുമ്പോൾ പറയുന്നത് വെച്ചാൽ NSAID ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ബ്ലീഡ് കാരണം നമുക്ക് അയൺ ഡെഫിഷ്യൻസി വന്നിട്ടുള്ള മൈക്രോസൈറ്റിക് ആയിട്ടുള്ള അനീമിയ കാണുന്നതെന്ന് പറയുന്നത്. പിന്നെ ആക്റ്റീവ് ഡിസീസിനാണ് ഇസിനോഫീലിയ, ത്രോംബോസൈറ്റോസ് ഒക്കെ കാണുന്നത് പറയുന്നത്. പിന്നെ ലിംഫാറ്റിക് ഇതിൽ പറയുമ്പോൾ ഫെൽറ്റി സിൻഡ്രോം ഉണ്ട്. പിന്നെ ലിംഫഡിനോപ്പതി ഉണ്ട്. ലിംഫഡിനോപ്പതി എന്ന് പറയുമ്പോൾ ലോക്കൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഉണ്ടാവാം. പക്ഷേ എന്താണ് ക്രോണിക്, അതായത് പെർസിസ്റ്റന്റ് ആയിട്ട് ലിംഫഡിനോപ്പതി ഉണ്ടെങ്കിൽ അത് ലിംഫോമ കാരണമായിരിക്കാന്ന് പറയുന്നുണ്ട്. അത് ലോങ് സ്റ്റാൻഡിങ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസിൽ അത് ലിംഫോമ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നോഡ്യൂൾസ്, അത് റൊമാറ്റിക് നോഡ്യൂൾസ്. റൊമാറ്റിക് നോഡ്യൂൾസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് കാണുന്നത് ഈ നമ്മളെ റൊമാറ്റിക്
ഇതില്ലേ റുമറ്റോയിഡ് ഫാക്ടർ അല്ലെങ്കിൽ ACPA ആന്റിസിട്രിനേറ്റഡ് പെപ്റ്റൈഡ് ആന്റിബോഡി പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിലാണ്. ഇത് കാണുന്നത് എവിടെയാണ്? എക്സ്റ്റെൻസർ ടെൻഡൻസിലാണ് ഇത് കാണുന്നത്. അത് യൂഷ്വലി ഈ നോഡ്യൂൾസ് എന്ന് പറയുന്നത് അസിംപ്റ്റോമാറ്റിക് ആണ്. ബട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ ഈ നോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഏരിയ എന്ന് പറയുമ്പോൾ ഫിബ്രിനോയിഡ് മെറ്റീരിയൽ ആണ്. ആ ഫിബ്രിനോയിഡ് മെറ്റീരിയലിന്റെ ചുറ്റും നമ്മൾ ഈ ഗ്രാനുലോമ എന്നൊക്കെ പറയുന്ന പോലെ സെൻട്രലി ഫിബ്രിനോയിഡ് മെറ്റീരിയൽ ആണ് സറൗണ്ടഡ് ബൈ പ്രോളിഫറേറ്റീവ് മോണോന്യൂക്ലിയർ സെൽസ് ഉണ്ടാവും. പിന്നെ ഈ നോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഗ്രാനുലോമാറ്റസ് ലീഷനുകൾ, ഗ്രാനുലോമ പോലത്തെ ലീഷൻസ് വേണമെങ്കിൽ പ്ലൂറയിലോ ലങ്ങിലോ പെരിക്കാർഡിയം സ്ക്ലീറയിലോ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഓക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ കെരട്ടോ കൺജക്റ്റീവായിട്ട് സിക്ക കാരണമുള്ള, അതായത് കെരട്ടോ കൺജക്റ്റീവ് സിക്ക കാരണം മറ്റേ ഡ്രൈ ആയാണ് മെയിൻ ആയിട്ട് കാണുന്നത് എന്ന് പറയുന്നത് സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോം കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോം, അതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ ലെസ് കോമൺ ആണ്. പിന്നെ വാസ്കുലൈറ്റിസ് ആണെങ്കിലും അധികം ലെസ് കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വാസ്കുലൈറ്റിസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റീഗ്, ഫീവർ, പിന്നെ നെയിൽ ഫോൾഡിന്റെ അവിടെ ഇൻഫാർക്ട് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പിന്നെ അൾസറേഷൻ, ക്യൂട്ടേനിയസ് അൾസറേഷൻ, നെക്രോസിസ്, കാരണം ബ്ലഡ് സപ്ലൈ കുറഞ്ഞുള്ള അൾസറേഷൻ, നെക്രോസിസ്, അല്ലെങ്കിൽ മീസെൻട്രിക് അല്ലെങ്കിൽ റീനൽ കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് വളരെ വാസ്കുലൈറ്റിസ് ഭയങ്കര റെയർ ആണെന്നാണ് പറയുന്നത്. പിന്നെ കാർഡിയക് മാനിഫെസ്റ്റേഷൻ, അതായത് സീറോസൈറ്റിസ് ഉണ്ട്. സീറോസൈറ്റിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പെരിക്കാർഡൈറ്റിസും പ്ലൂറൈറ്റിസും ഉണ്ടാവും. സീറോസൈറ്റിസ് കാണുന്നുണ്ട്. അപ്പോൾ കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനെ കാണൂല, റിപ്പോർട്ടഡ് ഉണ്ട് പക്ഷെ റെയർ ആണ്. അത് കാർഡിയക് മാനിഫെസ്റ്റേഷൻ വരുന്ന വെച്ചാൽ ആഡഡ് മോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ റെഡ്യൂസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലെ ആൾക്കാർ, അല്ലെങ്കിൽ വേറെ വല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, NSAIDs, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കാരണം ആണ് കാർഡിയക് മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ വരുന്നത്. അല്ലെങ്കിൽ വളരെ റെയർ ആണ്. കോമോർബിഡിറ്റീസിലെ ആൾക്കാർക്കാണ് കൂടുതൽ കാർഡിയക് മാനിഫെസ്റ്റേഷൻസ് ഉള്ളത്. അത് വരികയാണെങ്കിൽ കാർഡിയോമയോപ്പതി, പിന്നെ നമ്മൾ വാസ്കുലൈറ്റിസിൽ പറഞ്ഞ കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ ഉണ്ടാവാം, പിന്നെ അയോട്ടിക് റിഗർജിറ്റേഷൻ, അതൊക്കെയാണ്. പക്ഷെ റെയർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പൾമണറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റുമറ്റോയിഡ് നോഡ്യൂൾസ് നമുക്ക് വേണമെങ്കിൽ ഗ്രാനുലോമാറ്റസ് ലീഷൻ ആയിട്ട് പ്ലൂറയിൽ ലങ്ങിലും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നോഡ്യൂൾസ് നമുക്ക് അവിടെ കാണാം. പിന്നെ പ്ലൂറൈറ്റിസ് കാണാം, പ്ലൂറൽ എഫ്യൂഷൻ, ബ്രോങ്കിയോലൈറ്റിസ്, അതൊക്കെയാണ് കാണുന്നത്. പിന്നെ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പെറിഫറൽ ന്യൂറോപ്പതി പറയുന്നുണ്ട്. പെറിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒന്നെങ്കിൽ ജോയിന്റ് സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഹൈപ്പർട്രോഫീഡ് ആയിട്ടുള്ള സൈനോവിയം ഒക്കെ ഉണ്ടാവില്ലേ, അത് കാരണം കംപ്രഷൻ വരും. ഈ നെർവ്സിന്റെ കംപ്രഷൻ വന്നിട്ട് എൻട്രാപ്മെന്റ് ന്യൂറോപ്പതീസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം, എവിടെ നമ്മൾ മീഡിയൻ നെർവ് കംപ്രഷൻ, ബൈലാറ്ററൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആസ് എ പ്രസന്റിംഗ് ഫീച്ചർ ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് കംപ്രഷൻ ഓഫ് മീഡിയൻ നെർവ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ അൾനാർ നെർവ് കംപ്രഷൻ കാണാം നമ്മൾ എൽബോയിൽ അല്ലെങ്കിൽ റിസ്റ്റിൽ. പിന്നെ ലാറ്ററൽ പൊപ്ലിറ്റൽ നെർവ് ഹെഡ് ഓഫ് ദ ഫിബുലയുടെ അവിടെ കംപ്രഷൻ വരാം. പിന്നെ ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ ടിബിയൽ നെർവ് ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൽ എൻട്രാപ്റ്റ് ആയിട്ടാണ്. അതൊക്കെയാണ്. അതായത് നമ്മളെ സബ്ലക്സേഷൻ, ജോയിന്റിന്റെ സബ്ലക്സേഷനോ അതോ നമ്മളെ ഹൈപ്പർട്രോഫിയായിട്ട് സൈനോവിയം കാരണമുള്ള കംപ്രഷനോ കാരണം ഈ നെർവ്സിന്റെ കംപ്രസ്ഡ് ആയിട്ട് വരുന്ന എൻട്രാപ്മെന്റ് ന്യൂറോപ്പതീസ് കാരണമാണ് പെറിഫറൽ ന്യൂറോപ്പതി വരുന്നത്. പിന്നെ പറയുന്നത് സ്പൈനൽ കോഡ് കംപ്രഷൻ, അത് വളരെ റെയർ ആണ് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡ് കംപ്രഷൻ നമുക്ക് സെർവൈക്കൽ സ്പൈൻ, അതായത് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റിന്റെ അവിടെയോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള, അതായത് സബ് ആക്സിയൽ ലെവൽസിലോ നമ്മളെ സെർവൈക്കൽ സ്പൈനിന്റെ സബ്ലക്സേഷൻ കാരണം വരുന്നതാണ് സ്പൈനൽ കോഡ് കംപ്രഷൻ. അത് വളരെ റെയർ ആണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യന്റിന് പെട്ടെന്നായിട്ട് ഒരു ഓക്സിജൻ ഹെഡേക്ക്, പാരസ്തീഷ്യ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്, ഒരു അങ്ങനത്തെ ഒരു സെൻസേഷൻ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെക്ട് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് വളരെ റെയർ ആണ്. ഇതാണ്. പിന്നെ വേറെ റെയർ ആയിട്ട് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അമൈലോയിഡോസ്, അത് റെയർ ആയിട്ട് വരുന്നതാണ്. ഇതൊക്കെയാണ് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ്. മനസ്സിലായോ? ഹലോ, കേൾക്കാം. അപ്പൊ ഇതാണ് എന്ത് നമ്മളെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതെന്ന് പറയുമ്പോൾ നമ്മളെ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും, എക്സ്ട്രാ ആർട്ടിക്കുലർ ഉണ്ട്. ആർട്ടിക്കുലർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് മെയിൻ ആയിട്ട് കാണുന്നത് പെയിൻ, ജോയിന്റ് സ്റ്റിഫ്നെസ്, ജോയിന്റ് സ്വെല്ലിംഗ് ആയിട്ടാണ് കാണുന്നത് ഓഫ് സ്മോൾ ജോയിന്റ്സ് ഓഫ് ദ ഹാൻഡ്സ്, ഫീറ്റ്, റിസ്റ്റ്സ്. അതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഈ മൂന്ന് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസീഡിയസ് ഓൺസെറ്റ് ആണ്, മോണോ ആർത്രൈറ്റിസ് ആണ്, സിമെട്രിക്കൽ ആണ്. പിന്നെ ഇനീഷ്യലി
കൂടി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ലാർജ് ക്രോണിക് ആകുമ്പോൾ ലാർജ് ജോയിന്റ്സിന് അല്ലെങ്കിൽ പല പല ജോയിന്റ്സിനെ എഫക്ട് ചെയ്യാം. പിന്നെ ലോങ് സ്റ്റാൻഡിങ് കേസസിൽ നമുക്ക് കുറച്ച് ഡിഫോമിറ്റീസ് ആണ്. അത് ആ ഡയഗ്രം ഓർത്തിട്ട് ആ 4 ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ യൂലാർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കോർ, ഇപ്പൊ ഈ യൂലാർ ക്രൈറ്റീരിയ നോക്കിയിട്ട് നമ്മൾ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ ഡെഫിനിറ്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സ്കോർ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്. ജോയിന്റ്സ് എഫക്റ്റഡ്, പിന്നെ സിറോളജി നോക്കും, പിന്നെ സിംറ്റംസിന്റെ ഡ്യൂറേഷൻ, പിന്നെ അക്യൂട്ട് ഫേസ് റിയാക്ഷൻ. അക്യൂട്ട് ഫേസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ESR CRP യൂഷ്വലി റേസ്ഡ് ആണ്, സ്പെസിഫിക് അല്ല, എന്നാലും നമുക്ക് എല്ലാത്തിനും കൂടെ നോക്കുമ്പോൾ നമുക്ക് ക്രൈറ്റീരിയ ഉണ്ടാക്കാം. അപ്പൊ ജോയിന്റ്സ് എഫക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് സ്മോൾ ജോയിന്റ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് ഇവിടെ കൂടുതൽ സിഗ്നിഫിക്കന്റ്. അപ്പോൾ സ്മോളർ ദ ജോയിന്റ്സ് ഗ്രേറ്റർ ദ സ്കോർ ആയിരിക്കും. അപ്പൊ 1 ലാർജ് ജോയിന്റ് ആണെങ്കിൽ എന്താണ് 0 ആണ്. പിന്നെ 2 to 10 ലാർജ് ജോയിന്റ്സ്, ലാർജ് ജോയിന്റ്സ് ഗ്രേറ്റർ ഇൻ നമ്പർ ആണെങ്കിൽ 1, പിന്നെ 1 to 3 സ്മോൾ ജോയിന്റ്സ് ആണെങ്കിൽ 2, പിന്നെ 4 to 10 സ്മോൾ ജോയിന്റ്സ് ആണെങ്കിൽ 3, ഗ്രേറ്റർ ദാൻ 10 ജോയിന്റ്സ് ആണെങ്കിൽ 5. എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ ടോട്ടൽ 10 ജോയിന്റ്സ്, അറ്റ്ലീസ്റ്റ് ഒരു സ്മോൾ ജോയിന്റ് ഏരിയ അത് ഉണ്ടാവണം. അതിന് 5, 0, 1, 2, 3, 5. അത് 1 ലാർജ് ജോയിന്റ്, 2 to 10 ലാർജ് ജോയിന്റ്സ്, 1 to 3 സ്മോൾ ജോയിന്റ്സ്, 4 to 10 സ്മോൾ ജോയിന്റ്സ്, ഗ്രേറ്റർ ദാൻ 10 ജോയിന്റ്സ്. ഈ ക്രൈറ്റീരിയ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സിറോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കും, നെഗറ്റീവ് ആയിട്ടുള്ള റുമറ്റോയിഡ് ഫാക്ടറും പിന്നെ ആന്റിസിറ്റുനേറ്റഡ് പെപ്റ്റൈഡ് ആന്റിബോഡീസ്, പ്രോട്ടീൻ ആന്റിബോഡീസും ഇല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ 0, പിന്നെ ലോ പോസിറ്റീവ് ആണെങ്കിൽ 2, ഹൈ പോസിറ്റീവ് ആണെങ്കിൽ 3. പിന്നെ ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 6 വീക്സ് ആണെങ്കിൽ നമ്മൾ സ്കോർ 1 കൊടുക്കും, ലെസ് ദാൻ 6 ആണെങ്കിൽ 0. അക്യൂട്ട് ഫേസ് റിയാക്ടൻസ് നോർമൽ CRP ESR ആണെങ്കിൽ 0, അബ്നോർമൽ ആണെങ്കിൽ 1 കൊടുക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡെഫിനിറ്റ് ആണ് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ടു എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്. എസ്റ്റാബ്ലിഷ് ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഫോളോ ചെയ്യും, ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യും. ഡയഗ്നോസ്റ്റിക് യൂളാർ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ഇതാക്കും. പിന്നെ ESR CRP നോക്കുക. നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്, അത് ഇൻക്രീസ്ഡ് ആണ് പൊതുവെ നമ്മളെ കേസിൽ. പിന്നെ റുമറ്റോയിഡ് ഫാക്ടറും ആന്റിസിട്രിലിനേറ്റഡ് പ്രോട്ടീൻ ആന്റിബോഡി നോക്കും. ഈ രണ്ട് ഇതിലും ആന്റിസിട്രിലിനേറ്റഡ് പ്രോട്ടീൻ ആന്റിബോഡിയാണ് കൂടുതൽ സ്പെസിഫിക്. അതായത് ഒട്ടുമിക്ക കേസസിലും, ഒട്ടുമിക്ക റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള കേസിൽ നമുക്ക് ECPA കാണാൻ പറ്റും. പക്ഷെ റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സ്പെസിഫിക് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് USG ചെയ്യും, MRI. USG MRI ഒക്കെ നമ്മൾ സൈനോവൈറ്റിസോ ടീനോസൈനോവൈറ്റിസ്, എഫ്യൂഷൻ അല്ലെങ്കിൽ ബോണി അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡിസീസ് ആക്ടിവിറ്റിനെ മോണിറ്റർ ചെയ്യാൻ, ഡിസീസ് ആക്ടിവിറ്റിനും ഡ്രഗ് എഫിക്കസി, അത് എത്രത്തോളം ഡ്രഗ് അവരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ നോക്കുന്നത് ഒരു വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഒരു 1 to 10 ഒരു സ്കെയിലിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ലോ, മോഡറേറ്റ്, സിവിയർ പെയിൻ എന്നിട്ട് നമ്മൾ പേഷ്യന്റ് അത് സബ്ജക്റ്റീവ് ആണ്, പേഷ്യന്റിനോട് നമ്മൾ ചോദിക്കുക ചെയ്യുന്നിട്ട് അവരോട് നമ്മളത് ഇതാക്കാൻ പറയും. അവരോട് 1 to 10 ഏതെങ്കിലും സ്കോർ പറയാൻ പറയും. അതാണ് വിഷ്വൽ അനലോഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, എത്രത്തോളം മിനിറ്റ്സ് വരെ നിൽക്കും എന്നുള്ളത് അവരോട് ചോദിക്കും. പിന്നെ ജോയിന്റ് ടെൻഡർനെസ് ഉണ്ടോ, ജോയിന്റ് സ്വെല്ലിംഗ് ഉണ്ടോ. പിന്നെ DAS 28 സ്കോർ നോക്കും. DAS 28 സ്കോർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആക്ടിവിറ്റിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്കോറാണ്, അത് പറയുന്നുണ്ട്. പിന്നെ ESR CRP നോക്കും. ഇതൊക്കെ നമ്മൾ ഡിസീസ് ആക്ടിവിറ്റി, ഡ്രഗ് എഫിക്കസിനൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട്, അത് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്ക് സുഖം കിട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു മോണിറ്റർ ഡിസീസ് ഡാമേജ്, അത് നമ്മൾ എക്സ്റേ എടുക്കുന്നതെന്ന് വെച്ചാൽ പെരി ആർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ, സ്വെല്ലിങ്സ്, ഇറോഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, കാർട്ടിലേജ് അല്ലെങ്കിൽ ബോണി ഇറോഷൻസ് ഒക്കെ ഉണ്ടോ നോക്കാൻ. പിന്നെ സബ്ലക്സേഷൻ കൊളാപ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ചെയ്യുന്നത്. അത് ഡിസീസ് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ ചെയ്യുന്നത്. പിന്നെ ഡ്രഗ് സേഫ്റ്റിക്ക്, ഡ്രഗ് യൂസ് ചെയ്യുന്ന ഡ്രഗ് എത്രത്തോളം സേഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടോ നോക്കാൻ ന്യൂറോൺ അനാലിസിസ്, CBC നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ അനീമിയ ഉണ്ടാവുന്നു, അപ്പൊ CBC, പിന്നെ ചെസ്റ്റ് എക്സ്റേ, യൂറിൻ ക്രിയാറ്റിൻ, LFT ഒക്കെ നമ്മൾ നോക്കും. പിന്നെ ഇതാണ് എന്താണ് നമ്മൾ DAS 28 സ്കോർ. അത് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സ്വോളൻ ജോയിന്റ്സിന്റെ കൗണ്ട് ചെയ്യും, ടെൻഡർ ജോയിന്റ്സ്, പിന്നെ അതിന്റെ ഒപ്പം തന്നെ ESR-ഉം CRP-യും നമ്മൾ നോക്കിയിട്ട് അതിന് നമ്മൾ
പേഷ്യന്റിന് ഗ്ലോബൽ ഹെൽത്ത് അസസ്മെന്റ് ഒരു 1 to 100 നമ്മൾ സ്കോർ എന്നിട്ട് ഈ ഡേറ്റ് നമ്മൾ ഈ സൈറ്റിൽ DAS28 കാൽക്കുലേറ്റർ നമ്മൾ അവിടെ പോയിട്ട് എൻ്റർ ചെയ്തിട്ട് നമുക്ക് സ്കോർ കിട്ടും. ഈ സ്കോറിന്റെ ഗ്രേറ്റർ ദാൻ 5.1 ആണ് ഈ ഹൈ ആക്ടിവിറ്റി ആണ്, ഈ ഇവർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസ്. 2.6 to 5.1 ആണ് മോഡറേറ്റ് ആക്ടിവിറ്റി, ലെസ് ദാൻ 2.6 ആണ് ഈ റെമിഷൻ. നമ്മൾ ഈ ഡിസീസ് ആക്ടിവിറ്റിനെ അനുസരിച്ചാണ് നമുക്ക് എന്താണ് നമ്മളെ ട്രീറ്റ്മെന്റ്, നമ്മൾ ഇതിന് ഈ സ്കോറിനനുസരിച്ചാണ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഈ DAS28 സ്കോർ എന്ന് പറഞ്ഞാൽ ഡിസീസ് ആക്ടിവിറ്റി, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നീഡ് ഫോർ ബയോളജിക്കൽ തെറാപ്പിക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു സ്കോറാണ് DAS28 സ്കോർ. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഈ ആൽഗോറിതം പഠിച്ചാൽ മതി. ട്രീറ്റ്മെന്റ് അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല. അപ്പോൾ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമുക്ക് അവർ കൊടുക്കുക മീത്തോട്രെക്സേറ്റും പ്രെഡ്നിസോലോണും ആണ് കൊടുക്കുന്നത്. മീത്തോട്രെക്സേറ്റ് എന്ന് പറയുമ്പോൾ മീത്തോട്രെക്സേറ്റ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മീത്തോട്രെക്സേറ്റിന്റെ ഡോസ് ഓവർ 12 വീക്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഡോസ് ഇൻക്രീസ് ആക്കണം. പ്രെഡ്നിസോലോൺ എന്ന് പറയുമ്പോൾ 12 വീക്സ് നമ്മൾ ഓവർ 12 വീക്സ് നമ്മൾ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. മെത്തോട്രെക്സേറ്റ് നമ്മൾ ഇൻക്രീസ് ആക്കിയിട്ട് മാക്സിമം ഞാൻ ഡോസ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആദ്യം കൊടുക്കണം മീത്തോട്രെക്സേറ്റും പ്രെഡ്നിസോലോൺ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ 12 വീക്സ് കൊടുത്തതിന് ശേഷം അവരെ എന്ത് നോക്കും, നമ്മൾ ഈ സ്കോർ നോക്കും. DAS28 സ്കോർ നോക്കിയിട്ട് ലെസ് ദാൻ 2.6 ആണെങ്കിൽ നമ്മൾ മീത്തോട്രെക്സേറ്റ് മാത്രം അത് കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ ഇൻ കേസ് അതായത് 2.6-നേക്കാളും കൂടുതലാണ് നമുക്ക് സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം സൾഫാസാലസിനും ഹൈഡ്രോക്സി ക്ലോറോക്വിനും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ പിന്നെയും DAS സ്കോർ ചെയ്ത് നോക്കണം. DAS28 അത് ലെസ് ദാൻ 2.6 ആണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്നത് വെച്ചാൽ മീത്തോട്രെക്സേറ്റ്, സൾഫാസാലസിൻ പ്ലസ് ക്ലോറോക്വിനാണ് നമ്മൾ ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ 2.6 ആണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ തെറാപ്പി കണ്ടിന്യൂ ചെയ്താൽ മതി. 2.6 to 5.1 ആണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഈ മീത്തോട്രെക്സേറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം ലോ ഡോസ് പ്രെഡ്നിസോലോൺ നമ്മൾ ആഡ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ 5.1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബയോളജിക്ക് ആഡ് ചെയ്യണം. ബയോളജിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് TNF ഇൻഹിബിറ്റേഴ്സിന് നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. കാരണം ഇവർക്ക് മീത്തോട്രെക്സേറ്റ് വെച്ചിട്ടോ അതോ ട്രിപ്പിൾ തെറാപ്പി വെച്ചിട്ടോ എഫക്റ്റീവ് ആവാണ്ടാവുമ്പോൾ യു ഷുഡ് ആഡ് ദി ബയോളജിക്കൽ ഏജന്റ്. അതാണ് ഈ ആൽഗോരിതം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മീത്തോട്രെക്സേറ്റ് പ്രെഡ്നിസോലോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 15 mg വീക്ക്ലി പ്ലസ് നമ്മൾ എന്താ ഫോളിക് ആസിഡ്, നമ്മൾ മീത്തോട്രെക്സേറ്റ് കൊടുക്കുമ്പോൾ ഫോളിക് ആസിഡ് കൊടുക്കണമല്ലോ കൂടെ. ഫോളിക് ആസിഡ് 5 mg വീക്ക്ലി നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഡോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡോസ് ഇൻക്രീസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ ഓവർ 12 വീക്സ് നമ്മൾ മാക്സിമം 25 mg വീക്കിൽ നമ്മൾ എത്തിക്കണം. പിന്നെ പ്രെഡ്നിസോലോൺ, അതിൻ്റെ ഒപ്പം തന്നെ പ്രെഡ്നിസോലോൺ നമ്മൾ 30 mg ഡെയിലിയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. 5 mg ഇൻക്രിമെന്റ്സിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം ഓവർ 12 വീക്സ്. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ DAS28 സ്കോർ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ ആൽഗോരിതം പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 2.6 ഇതേ ഇത് ഫോളോ ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ 2.6 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം ട്രിപ്പിൾ തെറാപ്പി ആയിട്ട് കൊണ്ടുപോകണം. അത് സൾഫാസാലസിനും